ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഫിൻലി ടോക്സിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നിഫ്റ്റിയുടെ വീണ്ടും ഒരു ബുള്ളിഷ് മൂവ്മെന്റ് ആണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്ന 23,200 എന്ന റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ഔട്ട് ചെയ്തിരിക്കണേന് ഗൈസ് ഞാൻ എടുത്തു പറഞ്ഞിരുന്നു. 360 ബ്രേക്ക് ഔട്ട് ചെയ്താലും 360 പോയിന്റ്സ് ഗ്യാപ്പ് ഒറ്റയടിക്ക് ക്ലോസ് ആവില്ല. കാര്യം മുകളിലോട്ടുള്ള ഗ്യാപ്പ് ഒക്കെ പതുക്കെ പതുക്കെ ക്ലോസ് ആവുള്ളൂ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ആ 360 പോയിന്റ്സ് ഗ്യാപ്പിന്റെ അവിടെ കുറച്ചുകൂടി ഗ്യാപ്പ് ക്ലോസ് ആയി എന്ന് വേണമെങ്കിൽ പറയാം. ഇത്തിരിക്ക് കൂടി ഗ്യാപ്പ് ക്ലോസ് ആയി, പിന്നെ മാർക്കറ്റ് താഴോട്ട് പോകുന്നു. ആ ഒരു ഗ്യാപ്പിന്റെ ആ ഒരു ലെവൽ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്ത് 23,441 വന്ന് ക്ലോസ് ചെയ്തിരിക്കണേണ് ഗൈസ്. ഇപ്പൊ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ഗ്യാപ്പിന്റെ മെഷർമെന്റ് കുറച്ചും കൂടി കുറഞ്ഞിട്ടുണ്ട്. ഒരു 280 പോയിന്റ്സ് ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ മാർക്ക് ചെയ്യാൻ 280 പോയിന്റ്സ് ആയിട്ട് ഗ്യാപ്പ് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചാണ് നമുക്ക് ബാക്കിയുള്ള അനാലിസിസ് ചെയ്യാനുള്ളത്. അപ്പൊ ആദ്യമേ തന്നെ ഇത് നോക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ള അനാലിസിസിലോട്ട് കടക്കാം. അപ്പൊ ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തത് ഏകദേശം 309 അപ്പോൾ നമ്മുടെ മാർക്കറ്റ് ക്ലോസിംഗ് വാല്യൂ വെച്ച് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തോട്ടെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വെനസ്ഡേ ക്ലോസിംഗ് 23,309 ആണ് ഇന്നത്തെ വെനസ്ഡേ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ബൈസെൽ വാല്യൂ വന്നിരിക്കുന്നത് ഏകദേശം 23,306.45 പ്ലസ് 394.05 പോയിന്റ്സ് അപ്പ് മൂവ്മെന്റ്, 1.72 അപ്പ് മൂവ്മെന്റ്. നല്ലൊരു മൂവ്മെന്റ് ആണ്. നമുക്ക് ഡബിൾ മൂവ്മെന്റ് എന്ന് വേണമെങ്കിൽ എടുത്ത് പറയാം. കാര്യം 100 to 200 പോയിന്റ്സ് ആണ് നിഫ്റ്റിയുടെ ആവറേജ് മൂവ്മെന്റ്. അത് വെച്ച് നോക്കാൻ നേരത്തെ 394, 400 വരുന്നുണ്ട്. 5 പോയിന്റ്സ്, 5 അല്ല, ഒരു 6 പോയിന്റ്സ് ഡിഫറൻസേ ഉള്ളൂ. അപ്പൊ അത് വെച്ച് നോക്കാൻ നേരത്ത് നല്ലൊരു മൂവ്മെന്റ് ആണ് ഇന്ന് നമ്മുടെ നിഫ്റ്റി 50 തന്നത്. പിന്നെ അത് കൂടാതെ അറിയാലോ, ഇന്ന് നിഫ്റ്റി 50യുടെ എക്സ്പയറി ദിവസമായിരുന്നു. അതും കൂടി നമ്മൾ ഓർത്തു വെക്കണം. അപ്പൊ എക്സ്പയറി ദിവസം നോർമലി വോളറ്റൈൽ ആയിരിക്കും മാർക്കറ്റ്. പക്ഷെ അത്ര വലിയ വോളറ്റിലിറ്റി കാണിച്ചില്ല. മാർക്കറ്റ് നല്ല ബുള്ളിഷ് ആയിട്ട് പോയി. അതിനുശേഷം നമ്മുടെ ഫസ്റ്റ് റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ഔട്ട് ചെയ്തതിനു ശേഷം ഇപ്പോൾ 23,309 വന്ന് ക്ലോസ് ചെയ്തേക്കണേണ്. ബൈസെൽ വാല്യൂ വന്നിരിക്കുന്നത് 23,306 ആണ്. 1.72% അപ്പ് മൂവ്മെന്റ്. ഇത് വെച്ചാണ് നമുക്ക് ഇനിയുള്ള റെസിസ്റ്റൻസ് സപ്പോർട്ട് മാർക്ക് ചെയ്യാനുള്ളത്. അപ്പൊ ആദ്യമേ തന്നെ റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യാം. പിന്നെ എടുത്തു പറഞ്ഞോട്ടെ, ഇന്ന് 2 ദിവസം, അതായത് ഇന്നലെ ഇന്നും ബുള്ളിഷ് ആയിട്ട് പോയിന്ന് വെച്ചുകൊണ്ട് എപ്പോഴും അങ്ങനെ തന്നെ ബുള്ളിഷ് ആയിട്ട് പോകണമെന്നില്ല. മാർക്കറ്റിൽ ഇപ്പോഴും വാർ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ടെൻഷൻ ഉണ്ട്, അത് ഓർക്കണം. അതുകൊണ്ട് തന്നെ 23,600 ആയിരിക്കും നമുക്ക് ഇനി വരാൻ പോകുന്ന ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ലെവൽ. ഈ 23,600 ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ഒരു ലെവലും ഗ്യാപ്പ് ഫുള്ളി ക്ലോസ് ചെയ്യുന്ന ലെവലല്ല. പക്ഷെ ഈ 23,600 ബ്രേക്ക് ഔട്ട് ചെയ്യണമെങ്കിൽ ഗ്യാപ്പ് ഫുള്ള് ക്ലോസ് ആവും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത് ഇൻട്രാഡേ റെസിസ്റ്റൻസ് 1 ആവറേജ് കാൽക്കുലേഷൻ ഒക്കെ വെച്ച് നോക്കാൻ നേരത്തും വോളിയം അനാലിസിസും സെന്റിമെന്റൽ അനാലിസിസും ഒക്കെ അനാലിസിസ് വൈസ് നോക്കാൻ നേരത്ത് 23,600 നല്ലൊരു റെസിസ്റ്റൻസ് വാല്യൂ ആണ്. ഇത് ബ്രേക്ക് ഔട്ട് ആകാൻ വേണ്ടി 1 അവർ ക്യാൻഡിൽ കൺഫർമേഷൻ എടുക്കുക, 1 അവർ ബുള്ളിഷ് ക്യാൻഡിൽ കൺഫർമേഷൻ തന്നെ എടുക്കുക. ഇത് ബ്രേക്ക് ഔട്ട് ആയാൽ മാത്രമേ നമുക്ക് ഇവിടെ നിന്ന് നെക്സ്റ്റ് അപ്വേർഡ് മൂവ്മെന്റ് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ താഴ്ത്തോട്ടാണ് മൂവ്മെന്റ് എങ്കിൽ നോക്കേണ്ട ലെവൽ എന്ന് പറയുന്നത് 23,000 ആണ്. ഇമ്പോർട്ടന്റ് ലെവലാണ് 23,000. ഇത് പണ്ട് വളരെ ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവലായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത് കണ്ടോ. പലതവണ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ സപ്പോർട്ട് ലെവൽ. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒരു W പാറ്റേൺ ഫോർമേഷൻ ആയിക്കൊണ്ടിരിക്കണേണ്. അതിൽ തന്നെ പണ്ടത്തെ ആ ഒരു മൂവ്മെന്റ് വെച്ച് നോക്കുമ്പോൾ 2 തവണ ഒരേപോലെ സപ്പോർട്ടിന് റിഫ്ലക്ട് ആയ ഒരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ 23,000 ഒരു ഇമ്പോർട്ടന്റ് ഇൻട്രാഡേ സപ്പോർട്ട് 1 ആയിട്ട് ആക്ട് ചെയ്യും. ലെവൽസ് വളരെ കെയർഫുൾ ആയിട്ട് നോക്കുക. പ്രത്യേകിച്ച് ബേസിക് ആയ കാൻഡിൽ സ്റ്റിക് കൺഫർമേഷൻ എങ്കിലും എടുക്കുക. എന്നിട്ട് മാത്രം എൻട്രി എടുക്കുന്നതായിരിക്കും ഏറ്റവും സേഫർ. ഓക്കെ, ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലോട്ട് പോകാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ അനാലിസിസ് ചെയ്ത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്ത് ഇൻഡെപ്ത് ആയിട്ട് കോഴ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് വാട്സ്ആപ്പ് സപ്പോർട്ട് കൂടി, ലൈഫ് ടൈം ആക്സസോട് കൂടി, ലൈഫ് ടൈം കോഴ്സ് ആക്സസോട് കൂടിയും ഡാഷ്ബോർഡ് ആക്സസോട് കൂടിയും ഫിബൊനാച്ചി, കാൻഡിൽസ്റ്റിക്, പ്രൈസ് ആക്ഷൻ എല്ലാം ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് ബിഗിനർ മുതൽ പ്രോ ലെവൽ പോലെ ഞാൻ ചെയ്യണ പോലെ ആകാൻ നിങ്ങൾക്കും പഠിക്കണമെങ്കിൽ ഓപ്ഷൻ ട്രേഡിംഗ് മാസ്റ്ററി എന്ന ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കോഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയാം. ഓപ്ഷൻ ട്രേഡിംഗ് മാസ്റ്ററി എന്നാണ് കോഴ്സിന്റെ പേര്. നമ്മൾ ഓൺലൈനും ഓഫ്ലൈനും കോഴ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫേസ് ടു ഫേസ് ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സസ് ആണ് ചെയ്യുന്നത്. കൂടാതെ റെക്കോർഡിംഗ്സ് വിത്ത് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ലൈഫ് ടൈം ലേണിംഗ് ഡാഷ്ബോർഡ് ആക്സസ് കൊടുക്കുന്നുണ്ട്. റിയൽ ടൈം വാട്സ്ആപ്പ് സപ്പോർട്ട്, ക്വസ്റ്റ്യൻ ആൻസർ ക്ലിയറൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. നമ്മൾ ചെയ്യാത്ത കാര്യം ലെവൽസ് പറഞ്ഞു കൊടുക്കുന്നില്ല. ഇന്ന സ്റ്റോക്ക് പർച്ചേസ് ചെയ്യുന്നോ, ഇന്ന സ്ട്രൈക്ക് പ്രൈസിൽ പർച്ചേസ് ചെയ്യുന്നോ പറയുന്നില്ല. നമ്മൾ പ്യുവർ എഡ്യൂക്കേഷൻ ആണ്. ഞാൻ എങ്ങനെ ചെയ്യുന്നോ അതുപോലെ തന്നെ നിങ്ങളെ ആക്കി തരാൻ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ സ്വയം തന്നെ ലെവൽസും ഇതൊക്കെ മാർക്ക് ചെയ്യാൻ ഈ കോഴ്സ് തീരുന്നതോടെ പഠിക്കുന്നതായിരിക്കും. പിന്നെ നമ്മുടേതായ സ്ട്രാറ്റജി ബിൽഡിംഗ് ഫ്രെയിം വർക്കും നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത സ്ട്രാറ്റജീസും ഓൾറെഡി ഉള്ള സ്ട്രാറ്റജീസ് ആയ സ്ട്രാഡിൽ, സ്ട്രാങ്കിൾ ഇതൊക്കെ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിക്കുന്നതായിരിക്കും കോഴ്സിന്റെ അകത്ത്. ഇതിന്റെ ഒപ്പം സർട്ടിഫിക്കറ്റ് ഓഫ് കംപ്ലീഷൻ നമ്മൾ കൊടുക്കും. കോഴ്സിന്റെ അകത്ത് കവർ ചെയ്യുന്നത് മെയിൻ ആയിട്ട് പാറ്റേൺസ്, ഫിബൊനാച്ചി, പ്രൈസ് ആക്ഷൻ, കാൻഡിൽ അനാറ്റോമി, ടെക്നിക്കൽ അനാലിസിസ്, സെന്റിമെന്റൽ അനാലിസിസ്, വോളിയം അനാലിസിസ്, സ്ട്രാറ്റജീസ്,
നേരത്തെ പറഞ്ഞ പോലെ ബാക്ക് ടെസ്റ്റ് ചെയ്ത സ്ട്രാറ്റജീസ്, പിന്നെ ഹൗ ടു ടേക്ക് ആൻ എൻട്രി, എപ്പോൾ എക്സിറ്റ് ചെയ്യണം, പിന്നെ ഇമോഷണൽ ട്രേഡിംഗ് കൺട്രോൾ അതെങ്ങനെ ചെയ്യണം. കാര്യം മിക്കവർക്കും ഓവർ ട്രേഡിംഗ് ചെയ്താണ് വലിയ ലോസസ് ഉണ്ടാകുന്നത്. മിനിമം ലോസിൽ എങ്ങനെ പുറത്തിറങ്ങാം, റൈറ്റ് ട്രേഡ് എങ്ങനെ എടുക്കാം. പിന്നെ ഒപ്പം നമ്മൾ ബോണസ് ആയ ടെക്നിക്കൽ അനാലിസിസ് എന്ന മോഡ്യൂള് 9999 ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. 9999 ആണ് കോഴ്സിന്റെ മോഡ്യൂളിന്റെ കോസ്റ്റ്. അതുപോലെ തന്നെ റിസ്ക് ആൻഡ് മണി മാനേജ്മെന്റ് മോഡ്യൂൾ 5999 റുപ്പീസിന്റെ കോഴ്സും നമ്മൾ ഈ കോഴ്സിന്റെ ഒപ്പം ബോണസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ മൊത്തം നോക്കുവാണെങ്കിൽ ഓപ്ഷൻ ട്രേഡിംഗ് മാസ്റ്ററി 9999, ടെക്നിക്കൽ അനാലിസിസ് മോഡ്യൂൾ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു, അതിൽ 9999, റിസ്ക് ആൻഡ് മണി മാനേജ്മെന്റ് മോഡ്യൂൾ 5999. ഇതെല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കാതെ നമ്മൾ നോക്കുവാണെങ്കിൽ 25997 ആണ് കോസ്റ്റ് പ്രൈസ് വരുന്നത്. അത് മാക്സിമം റെഡ്യൂസ് ചെയ്ത് 4199 റുപ്പീസിന് ഉള്ളിലാണ് നമ്മൾ ചാർജ് ഒരു സ്റ്റുഡന്റിൽ നിന്ന് ഈടാക്കുന്നത്. പിന്നെ ഇനിയും ഇപ്പോൾ ബഡ്ജറ്റ് ഒക്കെ കഴിഞ്ഞ് കോഴ്സിന്റെ പ്രൈസ് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ പ്രൈസിൽ തന്നെ ജോയിൻ ചെയ്യാൻ നോക്കാം. ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് ആയ ഇമെയിൽ ID, ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട്. അതുവഴി കോൺടാക്ട് ചെയ്ത് വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചാൽ മതി. വാട്സ്ആപ്പ് ചെയ്ത് നിങ്ങൾക്ക് കോഴ്സിനെ കുറിച്ച് ഇൻഡെപ്ത് ആയിട്ടുള്ള ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വിളിച്ച് ടൈമിങ്ങും കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്ത് ഈ ഓഫറിൽ തന്നെ കോഴ്സ് ഗ്രാബ് ചെയ്യാം. ടോപ്പിക് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലോട്ട് കിടക്കാം. അപ്പൊ ബാങ്ക് നിഫ്റ്റിയിലും നമ്മൾ ഇവിടെ കാണുന്ന ഒരു സിറ്റുവേഷൻ എന്താന്ന് വെച്ചാൽ 305 പോയിന്റ്സ് ഗ്യാപ്പ്. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു 305 പോയിന്റ്സ് ഗ്യാപ്പ് ഈസിലി ക്രോസ് ഓവർ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. കാര്യം ആവറേജ് മൂവ്മെന്റ് ബാങ്ക് നിഫ്റ്റിയുടെ 150 to 300 പോയിന്റ്സ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നലെ ഉറപ്പിച്ച് പറഞ്ഞത് 305 പോയിന്റ്സ് ഒക്കെ ഈസിലി കവർ ചെയ്യുന്നു. പക്ഷേ മാർക്കറ്റ് 305 പോയിന്റ്സ് കവർ ചെയ്ത് 53,500 റെസിസ്റ്റൻസ് വണ്ണും ബ്രേക്ക് ഔട്ട് ആയി. പിന്നെയുള്ള നെക്സ്റ്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ്, അതായത് ഇവിടെ ഇത് എടുത്തു പറയാനുള്ള റെസിസ്റ്റൻസ് കാര്യം എന്താന്ന് വെച്ചാൽ ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇവിടെ ഒരു സൈഡ് വേസ് ഏരിയയും കൂടിയാണ്. കണ്ടോ, ഇവിടെ നോട്ട് ചെയ്താൽ ഒരു സൈഡ് വേസ് ഏരിയ ആണ്. ആ സൈഡ് വേസ് ഏരിയയിൽ വീണ്ടും സൈഡ് വേസ് ചെയ്ത് പിന്നെ 53,989 വന്ന് ക്ലോസ് ചെയ്തിരിക്കണേന് ഗൈസ്. അപ്പൊ നമ്മൾ ചെയ്ത ടെക്നിക്കൽസ് ശരിയായി. ഇത് വെച്ചാണ് ബാക്കിയുള്ള അനാലിസിസ് ചെയ്യാനുള്ളത്. അപ്പൊ 53,689 ആണ് ഇന്നത്തെ വെനസ്ഡേ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ബൈസെൽ വാല്യൂ വന്നിരിക്കുന്നത് 53,708.10 പ്ലസ് 1,102.45 പോയിന്റ്സ് ഓഫ് 2.10% അപ്പ് മൂവ്മെന്റ്. ഇത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഗ്യാപ്പ് ക്ലോസ് ആയി. സെക്കൻഡ്ലി ഇനി നമുക്ക് നോക്കാനുള്ള നെക്സ്റ്റ് ഗ്യാപ്പ് ലെവലാണ്. ഓക്കെ, ഈ ഗ്യാപ്പ് എടുത്തു പറയേണ്ട കാര്യമുണ്ട്. കാര്യം ആ ഒരു ഗ്യാപ്പ് ലെവൽ എത്തിയപ്പോഴാണ് മാർക്കറ്റ് റിവേഴ്സ് ചെയ്തത്. അത് ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്യാപ്പ് ഉണ്ടായ 19th മാർച്ച് 2026 ഇത് ഫോം ചെയ്തത്. ഗ്യാപ്പിന്റെ മെഷർമെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാപ്പ് തന്നെ 1017 പോയിന്റ്സ് ഉണ്ട്. അപ്പൊ അത് ഞാൻ ആദ്യം മാർക്ക് ചെയ്തോട്ടെ. 1017 പോയിന്റ്സ് ഉള്ള ഗ്യാപ്പ് ആണ്. റൗണ്ട് അപ്പ് ആയിട്ട് 1020 എന്ന് വേണമെങ്കിൽ എടുത്തു. 1020 പോയിന്റ്സ് ഉള്ള ഗ്യാപ്പ് ആണ്. ഈ ഗ്യാപ്പ് ക്ലോസ് ആകണം. അതാണ് ഇനിയുള്ള നെക്സ്റ്റ് ബുള്ളിഷ് ആയിട്ട് പോകാനുള്ള നെക്സ്റ്റ് കടമ്പ. അത് മാത്രമല്ല ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയുടെ മൂവ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്വാർട്ടറബിൾ മൂവ്മെന്റ് ആയിട്ട് പറയാം. കാര്യം ബാങ്ക് നിഫ്റ്റിയുടെ ആവറേജ് മൂവ്മെന്റ് 150 to 300 പോയിന്റ്സ് ആണ്. അപ്പോൾ ഒരു 300 എന്ന് പറയുമ്പോൾ 900 തന്നെ ഒരു ട്രിപ്പിൾ ആയി. അതിലും കൂടുതൽ മൂവ്മെന്റ് ആണ് നടന്നിരിക്കുന്നത്. 1102 പോയിന്റ്സ്, അതൊരു ക്വാർട്ടറബിൾ മൂവ്മെന്റ് ആണ്. നല്ലൊരു പുൾ അപ്പ് ബാക്ക് ആണ് ബാങ്ക് നിഫ്റ്റി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സെക്ടറിൽ ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി എടുക്കുമ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. പിന്നെ ഇന്നത്തെ ബൈസെൽ വാല്യൂ വന്നിരിക്കുന്നത് 53,708.10 പ്ലസ് 2.10% അപ്പ് മൂവ്മെന്റ് നൽകിയിട്ടുണ്ട്. ഇത് വെച്ച് ബാക്കിയുള്ള അനാലിസിസിലോട്ട് കടക്കാം. അപ്പോൾ നമുക്ക് ഇനി നോക്കാനുള്ള ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് ഇവിടെ കൊണ്ടുവരും. ഞാനിവിടെ മാർക്ക് ചെയ്യാം. ഇതെന്ന് പറയുന്നത് 54,000 എന്ന ലെവലാണ്. ഇമ്പോർട്ടന്റ് ഇൻട്രാഡേ റെസിസ്റ്റൻസ് ലെവലാണ്. കുറച്ചും കൂടി പ്രിസൈസ് ആയിട്ട് പറയണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ആ ഗ്യാപ്പിന്റെ പൊസിഷനിൽ എടുക്കാം. ആ ഈ ഗ്യാപ്പിന്റെ പൊസിഷനിൽ എടുക്കുവാണെങ്കിൽ നമുക്ക് എടുക്കാവുന്നത് 54,400 ആണ്. 54,400 ഇതായിരിക്കും നമ്മുടെ ഇൻട്രാഡേ റെസിസ്റ്റൻസ് 1 ആയിട്ട് ബാങ്ക് നിഫ്റ്റിയിൽ ആക്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ വരാൻ പോകുന്ന നെക്സ്റ്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ കൊണ്ടുവരും. ഇത് 55,300 എന്ന ലെവലാണ്. ഞാനിവിടെ മാർക്ക് ചെയ്യാം. 55,300. ഇത് 54,400 ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ 55,300 മൂവ് ചെയ്യും. ഇതും ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ബുള്ളിഷ് മൂവ്മെന്റ് ഉണ്ടാവുകയും ചെയ്യും. അതേസമയം ഇവിടെ വന്ന് ഒരു ബെയറിഷ് ക്യാൻഡിൽ ആണ് ഫോം ചെയ്യുന്നതെങ്കിൽ, ഒരു ബെയറിഷ് മൂവ്മെന്റ് ആണ് ഫോം ചെയ്യണമെങ്കിൽ അപ്പൊ തന്നെ മനസ്സിലാക്കിക്കൊള്ളാം മാർക്കറ്റ് അവിടെ നിന്ന് ഒരു റിവേഴ്സൽ എടുക്കുന്നതായിരിക്കും. അതായത് ഇവിടെ വരെ ബുള്ളിഷ് ആയിട്ട് പോയി ഗ്യാപ്പ് ക്ലോസ് ചെയ്തതിന് ശേഷം പിന്നെ മാർക്കറ്റ് അവിടെ നിന്ന് തിരിച്ച് റിവേഴ്സ് പോരുന്നതായിരിക്കും. ഒരു റീട്രേസ്മെന്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, അതേസമയം നമുക്ക് ഇവിടെ ഒരു ബുള്ളിഷ്
ക്യാൻഡിലാണ് ഫോം ചെയ്യണമെങ്കിൽ ഇതുപോലെ നല്ലൊരു ഹെവി മാർബോൾസു അല്ലെങ്കിൽ ഹാമർ അല്ലെങ്കിൽ ബുള്ളിഷ് എൻകൾസിംഗ് ഒക്കെ ഫോം ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് മാർക്കറ്റിന്റെ ബ്രേക്ക് ഔട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. അതായത് മാർക്കറ്റ് ഇവിടെ നിന്ന് ചെറിയ റീട്രേസ്മെന്റ് എടുത്ത് പിന്നെ മുകളിലോട്ട് ബ്രേക്ക് ഔട്ട് ചെയ്യും. ഓക്കെ, ഇത് രണ്ടുമാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. സെയിം തന്നെയാണ് എനിക്ക് 400ന്റെ അവിടെയും പറയാനുള്ളത്. മാർക്കറ്റ് മുകളിലോട്ട് പോയാൽ കുറച്ചും കൂടി മുകളിലോട്ട് പോകുമായിരിക്കും, പക്ഷെ ഫുള്ളി ഗ്യാപ്പ് ക്ലോസ് ആവില്ല. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാങ്ക് നിഫ്റ്റിയുടെ ആവറേജ് മൂവ്മെന്റ് 150 to 300 പോയിന്റ്സ് ആണ്. അപ്പൊ 1017 പോയിന്റ്സ് ഒറ്റ ദിവസം തന്നെ കവർ ചെയ്യാനുള്ള ചാൻസസ് വളരെ കുറവാണ്. മിക്കവാറും ഈ ഒരു ഏരിയയിൽ എത്തുമ്പോഴേക്കും ഒരു ബെയറിഷ് ക്യാൻഡിൽ ഫോം ചെയ്ത് താഴത്തോട്ട് പോകാനാണ് ചാൻസ് കൂടുതൽ. ഓക്കെ, അതുപോലെ തന്നെ സപ്പോർട്ട് ലെവൽ നോക്കാനുള്ളത് ഈ ലെവലാണ്. ഈ ലെവൽ എന്ന് പറയുന്നത് 53,000 എന്ന് പറയുന്ന ലെവലാണ്. ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാം 53,000. ഇതായിരിക്കും ഇൻട്രാഡേ സപ്പോർട്ട് 1 ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇതും വളരെ ഇമ്പോർട്ടന്റ് ലെവലാണ്. കാര്യം ഒരിക്കൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ മൂവ്മെന്റ് എല്ലാം കൂടി വെച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗ്യാപ്പ് ഫോർമേഷൻ ഉണ്ടായിട്ടുണ്ട്, ഒരു ചെറിയ ഗ്യാപ്പ് ഫോർമേഷൻ ഉണ്ടായിട്ടുണ്ട്. ആ ഗ്യാപ്പിന്റെ മുകളിലായിട്ടാണ് നമ്മൾ സപ്പോർട്ട് ലെവൽ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഈ ഗ്യാപ്പ് വളരെ ഇമ്പോർട്ടന്റ് ഗ്യാപ്പാണ്. അപ്പോൾ മാർക്കറ്റ് താഴത്തോട്ട് പോരുവാണെങ്കിൽ, അതായത് ബെയറിഷ് ക്യാൻഡിൽ വെച്ച് മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ആണ് എങ്കിൽ പ്രതീക്ഷിച്ചോ ഈ മൂവ്മെന്റ് ആ താഴെയുള്ള ആ ഒരു എന്താ പറയുന്ന ഗ്യാപ്പ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയുള്ള മൂവ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു സെൽ ഓഫ് ഡോമിനേഷൻ തുടങ്ങി അത് ഗ്യാപ്പ് ക്ലോസിംഗിൽ മാത്രം നിൽക്കില്ല, ഈ താഴത്തെ ഈ ലെവൽ വരെ, അതായത് ഏറ്റവും ഡൗൺവേർഡ് ലെവൽ വരെ പോയിട്ട് പിന്നെ റീട്രേസ് ചെയ്യാൻ ചാൻസ് ഉള്ളത്. അത് വളരെയധികം ശ്രദ്ധിക്കുക. ഈ ഗ്യാപ്പിന്റെ മെഷർമെന്റും കൂടി ഞാൻ എഴുതിയിടാം. ഈ ഗ്യാപ്പിന്റെ മെഷർമെന്റ് വരുന്നത് ഏകദേശം 294 പോയിന്റ്സ് ആണ്. നമുക്ക് റൗണ്ട് അപ്പ് ആയിട്ട് 300 എന്ന് എഴുതാം. 300 പോയിന്റ്സ് വരുന്ന ഗ്യാപ്പാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇൻഡെക്സസിന്റെ പെർഫോമൻസും ഗെയിനേഴ്സും ലൂസേഴ്സും ഒക്കെ നോക്കാം. നിഫ്റ്റി 50യുടെ ടോപ്പ് ഗെയിനേഴ്സ് വന്നിരിക്കുന്നത് ശ്രീറാം ഫൈനാൻസ്, ടൈറ്റൻ, ഗ്രാസിം, അൾട്രാ സിമെൻകോ, LT, ബജാജ് ഫൈനാൻസ്, ഡോക്ടർ റെഡി, അദാനിയൻ, ട്രെൻഡ്, ഇൻഡിഗോ, ടാറ്റ സ്റ്റീൽ, M&M, SBIN, സൺഫാർമ, ബജാജ് ഫൈനാൻസ്, SV, ഹിന്ദുസ്ഥാൻ ലിവർ, മാക്സ് ഹെൽത്ത്, ഏഷ്യൻ പെയിന്റ്, അപ്പോളോ ഹോസ്പിറ്റൽ, സിപ്ല എന്നിവയൊക്കെയാണ് നമ്മുടെ നിഫ്റ്റി 50യുടെ ടോപ്പ് ഗെയിനേഴ്സ്. ലൂസേഴ്സ് ടെക്കം, പവർ ഗ്രിഡ്, TCS, ബെൽ. അതിനകത്ത് ടെക്കം ആണ് ഏറ്റവും വലിയ ലൂസർ ആയിട്ട് പെർഫോം ചെയ്തത്. ഗെയിനർ ആണെങ്കിൽ ശ്രീറാം ഫൈനാൻസ് ആണ് ഏറ്റവും വലിയ ഗെയിനർ ആയിട്ട് പെർഫോം ചെയ്തത്. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലോട്ട് കിടക്കാം. ബാങ്ക് നിഫ്റ്റിയിലെ ടോപ്പ് ഗെയിനേഴ്സ് വന്നിരിക്കുന്നത് യൂണിയൻ ബാങ്ക്, AU ബാങ്ക്, ഫെഡറൽ ബാങ്ക്, SBIN, ഇൻഡസ് ബാങ്ക്, PNB, കാനറ, യെസ് ബാങ്ക്, ആക്സിസ് ബാങ്ക്, HDFC, IDFC, കൊടാക് ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, ICICI ബാങ്ക് എന്നിവയൊക്കെയാണ് ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ട് വന്നിരിക്കുന്നത്. അതിനകത്ത് യൂണിയൻ ബാങ്ക് ആണ് ഏറ്റവും നല്ലോണം പെർഫോം ചെയ്തത്. ലൂസേഴ്സ് ലിസ്റ്റ് 0 ആണ്. ആസ്പെർവിനോ കുറവാണ്. നമ്മുടെ ബെയറിഷ് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. നല്ലൊരു അപ്പ് മൂവ്മെന്റ് ആണ് ബാങ്ക് നിഫ്റ്റി നൽകിയത്. അതുകൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ ലൂസേഴ്സ് ഇല്ല. ഇനി സെക്ടർ വൈസ് പെർഫോമൻസ് നോക്കി എല്ലാ സെക്ടേഴ്സും ഗ്രീൻ ആണ്. എല്ലാം 1%ന്റെ മുകളിൽ ബുള്ളിഷ് ആയിട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നിഫ്റ്റി മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് 400, പിന്നെ മിഡ് ക്യാപ് 100 ഇവയൊക്കെ, പിന്നെ നിഫ്റ്റി സ്മോൾ ക്യാപ് 50, നിഫ്റ്റി മിഡ് ക്യാപ് 150 ഇതൊക്കെ നല്ലോണം ബുള്ളിഷ് ആയിട്ട് മൂവ് ചെയ്തു. നിഫ്റ്റി സ്മോൾ ക്യാപ് 100 ഇൻ ഷോർട്ട് ആയിട്ട് പറഞ്ഞാൽ മിഡും സ്മോൾ ക്യാപ്പും നല്ലൊരു പെർഫോമൻസ് ആണ് ഇന്ന് കാണിച്ചത്. സെക്ടർ വൈസ് ഇൻഡിസസ് നോക്കുവാണെങ്കിൽ നിഫ്റ്റി കൺസ്യൂമർ ഡ്യൂറബിൾസ് ആണ് ഏറ്റവും നല്ല ബുള്ളിഷ് ആയിട്ട് 3.51% അപ്പ് മൂവ്മെന്റ് ആയിട്ട് മൂവ് ചെയ്തത്. ബാക്കി ഓയിൽ ആൻഡ് ഗ്യാസ് ഒഴിച്ച് ബാക്കി എല്ലാം 2%ന്റെ മുകളിൽ ബുള്ളിഷ് ആയിട്ടാണ് മൂവ് ചെയ്തിരിക്കുന്നത്. ഓയിൽ ആൻഡ് ഗ്യാസ് 1%ന്റെ താഴെയാണ് ബുള്ളിഷ് ആയിട്ട് പോയിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇനി ഫിനിഫ്റ്റിയിലോട്ട് കടക്കാം. അപ്പോൾ ഫിനിഫ്റ്റിയിൽ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാവുന്ന എന്താണെന്ന് വെച്ചാൽ ഇവിടെ 25,500 റെസിസ്റ്റൻസ് 1 ബ്രേക്ക് ഔട്ട് ചെയ്തു. പക്ഷെ ഒരു ചെറിയ ഫേക്ക് ബ്രേക്ക് ഔട്ട് പോലെ എടുക്കാൻ പറ്റുള്ളൂ. തിരിച്ച് ആ ഒരു 25,000 എന്ന ലെവലിൽ വന്ന് ക്ലോസ് ചെയ്തിരിക്കുകയാണ് മാർക്കറ്റ്. കറക്റ്റ് ലെവൽ പറയണമെങ്കിൽ 25,042 വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഗ്യാപ്പ് ഇവിടെ താഴെയുള്ളത് ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യണേണ്. വലിയ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. അപ്പൊ അത് വെച്ച് ബാക്കിയുള്ള അനാലിസിസ് നമുക്ക് ചെയ്യാം. ഇതൊക്കെ ഒന്ന് ക്ലോസ് ചെയ്തോട്ടെ. അപ്പൊ ആദ്യമേ വരുന്ന ക്ലോസിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ വെനസ്ഡേ ക്ലോസിംഗ് ആണ്. അത് 25,042 ആണ് ഇന്നത്തെ വെനസ്ഡേ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ബൈസെൽ വാല്യൂ വന്നിരിക്കുന്നത് ഏകദേശം 25,056.35 പ്ലസ് 574 പോയിന്റ്സ് അപ്പ് പ്ലസ് 2.35% അപ്പ് മൂവ്മെന്റ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് പറയാനുള്ളത് ഫിൻനിഫ്റ്റിയും 150 to 200 പോയിന്റ്സ് ആണ്. ബാങ്ക് നിഫ്റ്റി 300 ആണെങ്കിൽ ഫിൻനിഫ്റ്റി 150 to 200 പോയിന്റ്സ് ആണ് ആവറേജ് മൂവ്മെന്റ്. ആ ഒരു മൂവ്മെന്റ് ആക്ച്വലി മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ മെഷർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ആ ഒരു ആക്ച്വൽ മൂവ്മെന്റ് മാർക്കറ്റ് ഏകദേശം 496 പോയിന്റ്സ് മുകളിലോട്ട് പോയിട്ടാണ് പിന്നെ താഴെ ഒരു 327 പോയിന്റ്സ് ആയിട്ട് കുറഞ്ഞിട്ടുള്ളത്. അതും കൂടി മനസ്സിൽ വെക്കുക. അപ്പോൾ ഇത് വെച്ചാണ് നമുക്ക് ബാക്കിയുള്ള അനാലിസിസ് ചെയ്യാനുള്ള. അപ്പോൾ ഓൾറെഡി തന്നെ നമുക്കറിയാം ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് ക്ലോസ് ആകുന്നവരെ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ആ ഗ്യാപ്പിന്റെ മെഷർമെന്റ് എന്ന് പറയുന്നത് 129 പോയിന്റ്സ് ആണ്. അപ്പൊ ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാം. 129 പോയിന്റ്സ് ആണ് നമ്മുടെ ഗ്യാപ്പ് വരുന്നത്. ഇനി
ബൈസെൽ വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ 25056.35 ആണ് ബൈസെൽ വാല്യൂ വന്നത്, പ്ലസ് 574 പോയിന്റ്സ് പ്ലസ് 2.35% അപ്പ് മൂവ്മെന്റ്. 2.35% അപ്പ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. കുറെ നാളായിട്ട് നമുക്ക് അത്രയും 2 ഒക്കെ കിട്ടുന്നില്ലായിരുന്നു, 1.8 ഒക്കെ കിട്ടണുണ്ടായിരുന്നുള്ളൂ. അത് വെച്ച് നോക്കുമ്പോൾ 2.5 എന്ന് പറയുന്ന നല്ലൊരു പെർസെന്റേജ് ഓഫ് ബുള്ളിഷ് മൂവ്മെന്റ് ആണ്. ഇത് വെച്ച് നമുക്ക് ബാക്കിയുള്ള അനാലിസിസിലോട്ട് കടക്കാം. അപ്പോൾ ഫിൻനിഫ്റ്റിയിൽ സപ്പോർട്ട് ലെവൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ലെവൽ വരുന്നത് ഈ 299 പോയിന്റ്സ് ഗ്യാപ്പ് വരുന്ന അവിടെ തന്നെയാണ് നമ്മൾ സപ്പോർട്ട് സീരിയസ് ആയിട്ട് എടുക്കാൻ പോകുന്നത്. ഇതിന്റെ വാല്യൂ വരുന്നത് ഏകദേശം 24,700 ആണ്. 24,700 ഇതായിരിക്കും ഇൻട്രാഡേ സപ്പോർട്ട് 1. ഇത് ബ്രേക്ക് ഔട്ട് ആയ അഫ്കോഴ്സ് 29 പോയിന്റ്സ് ഗ്യാപ്പ് ഈസിലി ക്ലോസ് ആവും. അതിന് 1 അവർ ബെയറിഷ് ക്യാൻഡിൽ കൺഫർമേഷൻ എടുക്കുക, ഒരു ബെയറിഷ് എൻകൽഫിൻ മർബോസു അല്ലെങ്കിൽ ഇൻവേർട്ടഡ് നല്ല വിക്കുള്ള ഹാമർ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് 24,000 ബ്രേക്ക് ഔട്ട് ആവുമെന്ന് ഉറപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവൽ വരാൻ പോകുന്നത് ഈ ഒരു പോയിന്റിലാണ്. ഇത് പലതവണ റെസിസ്റ്റൻസുമായിട്ടും സപ്പോർട്ടുമായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും പിന്നെ അത് കൂടുതൽ മാത്രമല്ല എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ആവറേജ് വാല്യൂ എടുക്കുമ്പോഴും ഒരു ആവറേജ് മൂവ്മെന്റ് നോക്കുമ്പോഴും അനാലിസിസ് വഴി ടെക്നിക്കൽസും സെന്റിമെന്റൽസും വോളിയവും എല്ലാം നോക്കുമ്പോഴും ഈ ഒരു ലെവൽ വളരെ ഇമ്പോർട്ടന്റ് ലെവലാണ്, ബ്രേക്ക് ഔട്ട് ആവേണ്ട ലെവലാണ്. ഇത് 25,500 ആണ്. 25,500 ഇതായിരിക്കും ഇൻട്രാഡേ റെസിസ്റ്റൻസ് 1 നമ്മുടെ നിഫ്റ്റിയിൽ വരാനുള്ള. അപ്പൊ ഏതെങ്കിലും ഒരു ലെവൽ ബ്രേക്ക് ഔട്ട് ആകാൻ വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സൈഡ് വേസ് മൂവ്മെന്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഇനി നമുക്ക് സെൻസെക്സിൽ നോക്കാം. അപ്പൊ സെൻസെക്സിൽ പറയുവാനാണെങ്കിൽ സെൻസെക്സിൽ 1150 പോയിന്റ്സ് ഫുള്ളി ക്ലോസ് ആയിട്ടില്ല, പക്ഷെ ഈ ഗ്യാപ്പിന്റെ വലുപ്പം കുറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോ അതൊന്ന് കറക്റ്റ് ചെയ്തോട്ടെ. ഇനിയിപ്പോ ഗ്യാപ്പിന്റെ വലുപ്പം എന്ന് പറയുന്നത് ഏകദേശം കറക്റ്റ് മെഷർ ചെയ്യാം. അപ്പോൾ കറക്റ്റ് മെഷർ ചെയ്യുമ്പോൾ നമ്മളിവിടെ കാണുന്നത് 244 പോയിന്റ്സേ ഇനി ഗ്യാപ്പ് ഉള്ളൂ. ഇവിടെ ഞാനിവിടെ കറക്റ്റ് ചെയ്തോട്ടെ, 244 പോയിന്റ്സ് ആണ് ഇനി വരുന്ന ഗ്യാപ്പ്. ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടി മെഷർ ചെയ്ത് കാണിക്കാം. ഇതെന്ന് പറയുന്നത് ഏകദേശം 244 പോയിന്റ്സേ വരുന്നുള്ളൂ. അപ്പോൾ ഗ്യാപ്പ് മെഷർ ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് 644 പോയിന്റ്സ് ഗ്യാപ്പാണ്, ഇമ്പോർട്ടന്റ് ഗ്യാപ്പാണ്. അത് ഫിൽ ആവണം, എന്നാൽ മാത്രമേ ഇനി ഇവിടെ നിന്നൊരു നെക്സ്റ്റ് മുകളിലോട്ടുള്ള മൂവ്മെന്റ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അതാണ് നമ്മുടെ സെൻസെക്സിന്റെ കേസ്. പിന്നെ ഓർക്കുക, സെൻസെക്സ് തേഴ്സ്ഡേ എക്സ്പയറി ആണ്, അപ്പോൾ സൂക്ഷിച്ച് ട്രേഡ് ചെയ്യുക. മാർക്കറ്റ് വോളറ്റൈൽ ആകാൻ സാധ്യതയുണ്ട്, അൺഎക്സ്പെക്ടഡ് മൂവ്മെന്റ്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഡബിൾ കൺഫർമേഷൻ എടുത്തതിന് ശേഷം മാത്രം മുകളിലോട്ടോ താഴോട്ടോ ആണെങ്കിൽ ട്രേഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത് വെച്ച് നമുക്ക് ബാക്കിയുള്ള അനാലിസിസിലോട്ട് കടക്കാം. അപ്പൊ ആദ്യമേ ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തോട്ടെ. അപ്പോൾ ഫസ്റ്റ് ആദ്യമേ തന്നെ ക്ലോസിംഗ് മാർക്ക് ചെയ്തോട്ടെ. ഇന്ന് ക്ലോസിംഗ് വന്ന ലെവൽ എന്ന് പറയുന്നത് 75,285 ആണ്. 75,285 ആണ്. 75,273.45 ആണ് ബൈസെൽ വാല്യൂ വന്നിരിക്കുന്നത്. പ്ലസ് 1,205 പോയിന്റ്സ് അപ്പ് പ്ലസ് 1.63% അപ്പ് മൂവ്മെന്റ്. അപ്പോൾ നിങ്ങൾ ഓർക്കുക, മറ്റെടുത്തും ബാങ്ക് നിഫ്റ്റിയിലും 1000ന്റെ റേഞ്ചിൽ ഉണ്ടായിട്ട് 2%, ഇവിടെ എന്താണ് 1%. കാരണമുണ്ട്. കാര്യം നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ ആവറേജ് മൂവ്മെന്റ് 150 to 300 പോയിന്റ്സ് ആണ്. പക്ഷേ സെൻസെക്സിന്റെ ആവറേജ് മൂവ്മെന്റ് 500 to 1000 പോയിന്റ്സ് ആണ്. അത് വെച്ച് നോക്കുമ്പോൾ 1000 എന്ന് പറയുന്ന ഒരു നോർമൽ ആവറേജ് മൂവ്മെന്റ് ആണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ബുള്ളിഷ് ആയിരുന്നു, 1% അപ്പ് മൂവ്മെന്റ് നൽകിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് ആവറേജ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് എങ്ങനെയാണ് എത്ര പെർസെന്റേജ്, എത്ര സീരിയസ് ആയിട്ട്, എത്ര ഹൈപ്പായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്തെന്ന് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇത് വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് ഇനി നോക്കാനുള്ള ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലില് ആദ്യമേ തന്നെ റെസിസ്റ്റൻസ് ലെവൽ മാർക്ക് ചെയ്യാൻ 76,000 ആയിരിക്കും നമ്മുടെ ഫസ്റ്റ് റെസിസ്റ്റൻസ് ലെവലായിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത്. 76,000 ഇവിടെയാണ്, ഞാനൊന്ന് കറക്റ്റ് എടുത്തോട്ടെ. 76,000 ഇവിടെ കൊണ്ടുവരും. 76,000 ഇതായിരിക്കും ഇമ്പോർട്ടൻറ്റ് ഇൻട്രാഡേ റെസിസ്റ്റൻസ് 1. അതുപോലെ തന്നെ സപ്പോർട്ട് ലെവൽ വരാൻ പോകുന്നത് നമ്മുടെ 74,500 ആണ്. 74,500 ഈ ലെവൽസ് ഓൾറെഡി ഞാൻ വീക്ക്ലിയിൽ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് വീക്ക്ലി അനാലിസിസ് വീഡിയോ കാണാവുന്നതാണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കാർഡിലോ ഐ ബട്ടണിൽ അറ്റാച്ച് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾക്കും സൗകര്യം പോലെ ഇരുന്ന് കണ്ട് അതനുസരിച്ച് കൂടുതൽ നോളേജ് കിട്ടി അതുപോലെ ട്രേഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഞാനൊന്ന് മാർക്ക് ചെയ്തോട്ടെ. ഇന്നത്തെ നമ്മുടെ 74,500 ജസ്റ്റ് എ മൊമെന്റ്, 74,500 ആണ് നമ്മുടെ വീക്ക്ലി അനാലിസിസിൽ വരുന്ന ഇൻട്രാഡേ വീക്ക്ലി ഇൻട്രാഡേ സപ്പോർട്ടും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഞാൻ വാല്യൂ എഴുതിയിട്ട് ബാക്കി പറയാം. 74,500. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇമ്പോർട്ടന്റ് ഒരു വാല്യൂ ആയിട്ട് വരുന്നത് 74,500 ആണ്. ഇതാണ് നമ്മുടെ ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവലായിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത്. ഈ ലെവൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാര്യം മാർക്കറ്റ് പണ്ട് റെസ്പെക്ട് ചെയ്തിട്ടുള്ള ലെവലും കൂടിയാണിത്. ഇവിടെ നിന്നാണ് ഗ്യാപ്പ് അപ്പ് ഫോം ചെയ്തതിന് ശേഷം പിന്നെ മാർക്കറ്റ് മൂവ് ചെയ്യാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഈ ഒരു 75,500 എന്ന ലെവല് വളരെ സീരിയസ് ആയിട്ട് കാണണം. ഉറപ്പായിട്ടും 1 അവർ ക്യാൻഡിൽ കൺഫർമേഷൻ എടുക്കാം. മുകളിലോട്ടാണെങ്കിൽ 1 അവർ ഡബിൾ ക്യാൻഡിൽ കൺഫർമേഷൻ എങ്കിലും എടുക്കുക. അപ്പോൾ കുറച്ചും കൂടി സെക്യൂർ ആയിരിക്കും. താഴത്തോട്ടാണ് പോകുന്നതെങ്കിൽ 1 അവർ ബേസിക് ക്യാൻഡിൽ കൺഫർമേഷൻ എടുക്കാം.
അപ്പോൾ നിങ്ങൾക്ക് വിചാരിച്ച പോലെയുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടുന്നതായിരിക്കും, വിചാരിച്ച പോലെയുള്ള കൺഫർമേഷൻസ് കിട്ടുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഞാനിത് എടുത്തെടുത്ത് പറയുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് കോഴ്സ് പഠിക്കണമെങ്കിൽ കോഴ്സ് പർച്ചേസ് ചെയ്യാം. അപ്പോൾ കോഴ്സ് പ്രൈസ് 4199 ആണ്, നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് എൻ്റെ ഫോൺ നമ്പറും ഇമെയിൽ ID ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുവഴി കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് കൂടുതൽ ഇൻഡെപ്ത് ആയിട്ട് സ്റ്റോക്ക് പഠിക്കാവുന്നതാണ്, ഇക്വിറ്റി പഠിക്കാവുന്നതാണ്, ഓപ്ഷൻസ് പഠിക്കാവുന്നതാണ്. ഞാൻ അപ്പോൾ ഒരു സെബി രജിസ്റ്റേർഡ് ഓഫീസർ അല്ല, അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന അനാലിസിസ് എൻ്റെ എക്സ്പീരിയൻസും ടെക്നിക്കൽ അനാലിസിസ് തിയറിയും പ്ലസ് മാർക്കറ്റ് ന്യൂസ് അപ്ഡേറ്റ്സും കമ്പൈൻ ചെയ്ത് പറയുന്ന അനാലിസിസ് ആണ്. അത് 100% കറക്റ്റ് ആണോന്നില്ല, എനിക്കും തെറ്റുപറ്റാം. പിന്നെ ഞാൻ ഒരു സ്റ്റോക്കോ കമ്പനിയോ ഒരു സ്റ്റോക്ക് ബ്രോക്കറെയോ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഈ വീഡിയോ കംപ്ലീറ്റ്ലി എഡ്യൂക്കേഷണൽ പർപ്പസ് ആണ്. ഇതിനകത്ത് എൻ്റെ ചാനലിൽ ഞാൻ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ടെക്നിക്കൽ അനാലിസിസ് വഴി ഏത് മെയിൻ ആയിട്ടുള്ള ഇൻഡെക്സസ് ലൈക്ക് നിഫ്റ്റി 50, ഫിൻ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി എങ്ങനെ നമുക്ക് അനാലിസിസ് ചെയ്യാമെന്ന് വരച്ച് അനലൈസ് ചെയ്ത് പഠിപ്പിക്കുന്ന ചാനലാണ്. വേറെ സ്റ്റോക്ക് ഒന്നും പ്രൊമോട്ട് ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സ്റ്റോക്ക് വാങ്ങിച്ച് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സെബി രജിസ്റ്റേർഡ് ഓഫീസറോടോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അഡ്വൈസറോട് ചോദിച്ചിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു, ബൈ. നാളെ 9 മണിക്കും 10:30ക്കും ഇടയിൽ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും നാളത്തെ അനാലിസിസ്ക്ക്. അതുവരേക്കും താങ്ക് യു, ബൈ. ഹാവ് എ നൈസ് ഡേ, ഹാവ് എ ഗുഡ് നൈറ്റ്.